Take it down. ഇന്ന് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഐഫോണിന്റെ ഏറ്റവും പുതിയ സീരീസ് ഐഫോൺ 12 പ്രോ എന്നുള്ള ഡിവൈസിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ് ഐഫോൺ 12 പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡിവൈസ് ഉണ്ട് ഐഫോൺ 12 പ്രോ എന്നുള്ള ഡിവൈസ്. ഏതായാലും നിങ്ങളായി തന്നെ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അത് കഴിഞ്ഞ് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഐഫോൺ 12 പ്രോയുടെ ബോക്സ് വരുന്നത്. ഇതിന് മുന്നത്തെ 11 പ്രോയുടെ ബോക്സ് നമ്മൾ തൊട്ടിപ്പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം, പകുതി പോലും ഇല്ല ഇതിന്റെ സൈസ് എന്ന് പറയാം. നീളം നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ട്, കാരണം ഇതൊരു 6.1 ഇഞ്ചാണ് നമുക്ക് പുതിയ ഐഫോൺ 12 പ്രോ വരുന്നത്. പക്ഷെ കാഴ്ചയിൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നുന്നില്ലെങ്കിലും ബോക്സിന്റെ സൈസിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. കൂടാതെ ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പുറം തിരിഞ്ഞാണ് ഇപ്പോൾ ഐഫോൺ ഇരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് അതിന്റെ ഫ്രണ്ട് പോർഷനാണ് കാണാൻ സാധിക്കുക. നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗ്രാഫൈറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലൂയിഷ് ഡിസൈനും അതുപോലെ തന്നെ ബോക്സ് നല്ലൊരു ബ്ലാക്കി ഫിനിഷോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ബോക്സിന്റെ പിൻവശത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിന്റെ GB കാര്യങ്ങൾ കൂടാതെ IME കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഐഫോൺ 11 നമുക്ക് കുറച്ച് മാറ്റാം. ഇതാണ് നമ്മുടെ ഐഫോൺ 12. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐഫോൺ 12 പ്രോ നമുക്ക് കാണാം. ഏതായാലും ഫോൺ മാറ്റിച്ച് ബോക്സിൽ മറ്റെന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫോൺ വെച്ചു ശേഷം ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. Type-C to ലൈറ്റ്നിങ് പോർട്ടാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ ഇതിന്റെ ആപ്പിളിന്റെ കുറച്ച് ലോഗോയും സിം ഇജക്ടർ ടൂളൊക്കെ കിടക്കുന്ന ഒരു ചെറിയൊരു ബ്രോഷറും. അപ്പോൾ ബോക്സ് ഇതാ, വേറൊന്നും ഇല്ല ബോക്സിലായിട്ട് വരുന്നത്. ഒരു Type-C കേബിളും അതുപോലെ തന്നെ ഈ ഒരു ബ്രോഷറും മാത്രമാണ് വരുന്നത്. ചാർജിങ് ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോക്സ് വളരെ ചെറുതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി അതിൽ നമുക്ക് ഫോണൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറും തന്നെ നല്ല മാറ്റം വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നത് നല്ലൊരു ക്ലിയർ സ്റ്റിക്കറായിരുന്നു. ഇപ്പോൾ നല്ലൊരു വൈറ്റ് സ്റ്റിക്കറാണ്. ഇതിലായിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ ബട്ടൺസും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ബട്ടൺസും അതുപോലെ തന്നെ വൈബ്രേഷന്റെ ബട്ടൺ അതുപോലെ തന്നെ ഓൺ ഓഫ് ബട്ടന്റെ ഒക്കെ ഒരു ചിഹ്നം ഇവിടെ നമുക്ക് കാണാം. ഏതായാലും നമുക്ക് ഈ ഒരു പോർഷൻ കൂടി എടുക്കാം. ഇതെടുത്തപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 12 പ്രോ വരുന്നത്. ലുക്ക് വൈസ് നല്ലൊരു പുതിയ ഡിസൈൻ തന്നെയാണ് ഐഫോൺ ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലാറ്റി ഡിസൈൻ. കഴിഞ്ഞ വർഷത്തെ 12 പ്രോയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇൻഹാൻസ് ഫീലൊക്കെ നൽകുന്ന ഒരു ഫോൺ തന്നെയാണിത്. അൺബോക്സിംഗ് നിങ്ങൾ കണ്ടല്ലോ ഐഫോൺ 12 പ്രോയെ. ബോക്സ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ബോക്സ് എന്ന് വളരെ ചെറിയൊരു ബോക്സ് ആണ്. ഏകദേശം തീരെ കട്ടിയില്ല, തിക്നെസ് വളരെ കുറഞ്ഞൊരു ബോക്സ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറെ ആക്സറീസ് കമ്മിയാണ്. ഐഫോൺ ഇപ്പോൾ എൻവോൺമെന്റ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാർജർ അതുപോലെ തന്നെ ഹെഡ്ഫോണൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീരീസ് നോക്കുകയാണെങ്കിൽ 11 പ്രോ നമ്മുടെ കയ്യിലുണ്ട്. അത്യാവശ്യം നല്ല ബിഗർ ബോക്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബോക്സും നമ്മുടെ കയ്യിലുള്ള ബോക്സും വെച്ച് നോക്കുകയാണെങ്കിൽ പകുതി പോലും സൈസ് ഇല്ലാത്തൊരു ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കാരണം അവർക്ക് കുറെ അധികം പ്രൈസ് കുറക്കാൻ കഴിയുന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഫോണിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല പുതുമയാർന്ന ഒരു ഡിസൈനുമായിട്ടാണ് ഐഫോൺ 12 പ്രോ ഇത്തവണ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് ഡിസൈൻ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 11 പ്രോ എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ സൈഡ് ഡിസൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു റൗണ്ടഡ് ഡിസൈനാണ് ഇതിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ നമുക്ക് ഈ ഒരു 12 പ്രോ കാണാം. ഇതിലെ ഡിസൈൻ എഡ്ജ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നല്ലൊരു ഫ്ലാറ്റ് ഡിസൈനാണ് ഇതിന്റെ എഡ്ജിന് കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ഐഫോൺ 5ന്റെ ഒക്കെ അതേ ഡിസൈൻ എന്ന് പറയാം. അത്യാവശ്യം നല്ല ഒരു ഇൻഹാൻസ് ഫീൽ എനിക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. കൂടാതെ ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ക്യാമറ തന്നെയാണ്. ഐഫോൺ 12 വരുന്നത് ഒരു ലൈഡാർ സെൻസർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് മാത്രമാണ് വരുന്നത്. പിന്നെ കൂടാതെ ഇതിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരു 6.1 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഒരു 6.1 ഇഞ്ച് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 1170x2532 ഇതിന്റെ പിക്സൽ റേറ്റ് വരുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു അൾട്രാ സ്ട്രോങ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. കഴിഞ്ഞ തവണത്തിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ താഴെ വീഴുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേ പെട്ടെന്ന് ബ്രോക്ക് ആവാതിരിക്കാനൊക്കെ
ഉള്ള ഒരു നാനോ കോട്ടിംഗ് ഇതിൽ കൊടുക്കുന്നുണ്ട്. കാഴ്ചയിൽ നമുക്ക് അങ്ങനെ ഒരു കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇവന്റിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സെറാമിക് കോട്ടിങ്ങിന്റെ ഒരു ഷീൽഡ്. പക്ഷെ അത് ഇതിൽ കാണുമ്പോൾ നമുക്ക് അത്ര കോട്ടിംഗ് ഒന്നും കാണുന്നില്ല. നല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേക്ക് ഒരു 86% വരെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ XR11 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോൺ കുറച്ച് ചെറുതാണ്. ഡിസ്പ്ലേ നമുക്ക് സെയിം വലുപ്പം തന്നെ 6.1 ആണ് വരുന്നത്. അതിന് കാരണം ഈ ഒരു ഡിസൈന് തന്നെയാണ്. നല്ല ഒരു ഫിറ്റ് ഡിസൈൻ ആണ് ഇതിലായിട്ട് ഐഫോൺ കൊടുത്തിട്ടുള്ളത്. സൈഡ് വശം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിസൈൻ ആണ് വരുന്നത്. ഇതൊരു ഗ്ലോസി ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫിംഗർ പ്രിന്റ് ഒക്കെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ വലത് വശത്തായിട്ട് നമുക്ക് ഓൺ ഓഫ് ബട്ടണും ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ബട്ടണ്, വോളിയം റോക്കേഴ്സ്, താഴെയായിട്ട് സിം ഡ്രൈവും കാണാൻ സാധിക്കും. ഇതിലായിട്ട് ഡബിൾ സിം ആണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അൺബോക്സ് ചെയ്ത് ഹോങ്കോങ് പീസാണ്. അതുകൊണ്ടാണ് ഐഫോൺ 11 പ്രോയിലായിട്ട് വന്നിരുന്നത് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലായിരുന്നു സിം ഡ്രൈവ് വന്നിരുന്നത്. ഇപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. മുകൾ വശത്തായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഏറ്റവും താഴ്വശത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഗ്രിൽസും പിന്നെ ഇതിലേക്കുള്ള ചാർജിങ് ഇൻപുട്ട് സ്ലോട്ട് ആയിക്കൊണ്ട് ലൈറ്റിംഗ് പ്ലോട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. 4 കളറിലായിട്ടാണ് ഐഫോൺ 12 പ്രോ വരുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പസഫിക് ബ്ലൂ, പിന്നെ ഗോൾഡ്, സിൽവർ, ബ്ലാക്ക് എഡിഷൻ ആയിക്കൊണ്ട് ഗ്രാഫൈറ്റ് എന്നീ മോഡലാണ് നമുക്ക് ലഭിക്കുന്നത്. പിൻവശത്താണ് നമ്മുടെ പുതിയ പ്രത്യേകത വരുന്നത്. നല്ലൊരു ബ്ലൂ കളർ ഫിനിഷ് ഫോണാണ് നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല ഒരു മാറ്റ് ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. ഐഫോൺ പഴയ മോഡൽ 11 പ്രോയുടെ അതേ ഡിസൈൻ തന്നെയാണ് പിൻവശം വരുന്നത്. ഇതിൽ മാറ്റമായിട്ട് വരുന്നത് ഒരു ലൈഡാർ സെൻസർ ഇതിൽ കൊടുക്കുന്നുണ്ടെന്നാണ്. ക്യാമറയുടെ പിൻവശം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ലൈഡാർ സെൻസറും 3 ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു മൈക്ക് യൂണിറ്റ് അതിന് തൊട്ടുപ്പുറമായിട്ടും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഐഫോൺ 12 പ്രോ വരുന്നത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. A40 ബയോണിക് 5nm ചിപ്സെറ്റുമായിട്ടാണ് ഇത് വരുന്നത്. വേൾഡിൽ തന്നെ ആദ്യത്തെ 5nm ചിപ്സെറ്റാണ് A40 ബയോണിക് ചിപ്സെറ്റ്. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ലൈഫും കൂടുതൽ പെർഫോമൻസും നമുക്ക് ഐഫോൺ 12 പ്രോയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഐഫോൺ കഴിഞ്ഞ മോഡൽ 11 പ്രോയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററി കുറച്ച് കുറവാണ് നമ്മുടെ 12 പ്രോയിലായിട്ട് വരുന്നത്. 12 പ്രോയിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 2815 mAh ആണ്. കഴിഞ്ഞ തവണ 11 പ്രോയിൽ കൊടുത്തിരുന്നത് 3046 mAh ആയിരുന്നു. എങ്കിലും നമുക്ക് A40 ബയോണിക് ചിപ്സെറ്റിന്റെ പെർഫോമൻസ് കാരണം ബാറ്ററി ലൈഫ് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. ക്യാമറ സെറ്റപ്പിലേക്ക് വരാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിലെന്ന് പറഞ്ഞല്ലോ. 3ഉം 12 മെഗാപിക്സൽ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ അൾട്രാ വൈഡ് ആംഗിൾ ലോ ലൈറ്റ് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. അത്ര വലിയ ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ന് വേണം പറയാം. അതിനൊക്കെ ഇംപ്രൂവ് ആയിക്കൊണ്ട് ഇത്തവണ അൾട്രാ വൈഡ് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. 120 ഡിഗ്രി വൈഡ് ആയിക്കൊണ്ട് നമുക്ക് 2.4 അപ്പാച്ചർ വാല്യുള്ള ഫോട്ടോസ് ഇതിലെടുക്കാൻ സാധിക്കും. പിന്നെ ടെലിഫോട്ടോ ആയിക്കൊണ്ട് കൊടുത്തിട്ടുള്ളത് 2.0 അപ്പാച്ചർ വാല്യുള്ള ഒരു ക്യാമറയാണ്. മെയിൻ ക്യാമറ ആയിക്കൊണ്ട് 1.6 അപ്പാച്ചർ വാല്യുള്ള ഒരു ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ലൈഡാർ സെൻസറിന്റെ സഹായത്തോടു കൂടി കൂടുതൽ ഫാസ്റ്റ് ഫോക്കസിംഗ് സംവിധാനവും ഇതിലായിട്ട് ലഭിക്കുന്നുണ്ട്. ലൈഡാർ സെൻസർ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സെൻസറിൽ നിന്നും ഒരു ലൈറ്റ് ഒബ്ജക്റ്റിലേക്ക് തട്ടി റിഫ്ലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരത്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുമൂലം നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ പെർഫെക്ഷനോട് കൂടി പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതും ഒരു 12 മെഗാപിക്സൽ ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2.2 അപ്പാച്ചർ വാല്യൂടാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതിന്റെ വയർലെസ് ചാർജിങ് ആണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല മാഗ്നറ്റിക് ഫീൽഡോട് കൂടി നമുക്ക് വയർലെസ് ചാർജ് ചെയ്ത് കണക്ട് ചെയ്യാം. കൂടാതെ കുറെ അധികം ആക്സസറീസ് ഒക്കെ നമുക്ക് ഐഫോൺ 12 സീരീസിലായിട്ട് വയർലെസ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. വയർലെസ് കേസ്, അതുപോലെ തന്നെ കാർഡ് ഓൾഡർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 12 പ്രോ സീരീസിലായിട്ട് നമുക്ക് ഘടിപ്പിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇതിന്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും തന്നെയാണ് ഐഫോൺ 12 പ്രോയുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഐഫോൺ 12 പ്രോയുടെ ഫോട്ടോസും വീഡിയോസും ഇറങ്ങുന്ന പുതിയ വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.